കേരളീയർക്ക് വളരെ സുപരിചിതമായ ഒരു നിത്യഹരിത വൃക്ഷമാണ് കശുമാവ്. പോഷകസമൃദ്ധമായ അണ്ടിപ്പരിപ്പും വിറ്റാമിനുകൾ നിറഞ്ഞ കശുമാങ്ങയും നൽകുന്ന ഈ വൃക്ഷം സാമ്പത്തികമായും ആരോഗ്യപരമായും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ശാസ്ത്രീയ നാമം അനകാർഡിയം ഓക്സിഡൻറ്റേൽ എന്നാണ്. ഇത് അനകാർഡിയേസി ഫാമിലിയിൽപ്പെട്ട സസ്യമാണ്. ബ്രസീലാണ് കശുമാവിൻ്റെ ജന്മദേശം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് മണ്ണൊലിപ്പ് തടയുന്നതിനായി ഈ വൃക്ഷം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഗോവയിലും കേരളത്തിലും എത്തിച്ചത്. ഇടത്തരം വലിപ്പത്തിൽ വളരുന്ന ഒരു മരമാണിത്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ചനിറവും തിളക്കവുമുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കശുമാവ് പൂക്കുന്നത്. കശുമാങ്ങയുടെ അറ്റത്താണ് ഇതിൻ്റെ യഥാർത്ഥ ഫലമായ കശുവണ്ടി കാണപ്പെടുന്നത്. നമ്മൾ പഴമായി കഴിക്കുന്ന കശുമാങ്ങ യഥാർത്ഥത്തിൽ പൂഞ്ഞെട്ട് അഥവാ തലാമസ് വികസിച്ചുണ്ടാകുന്ന ഒരു വ്യാജഫലമാണ് അഥവാ ഫാൾസ് ഫ്രൂട്ട്. ഇന്ത്യയിൽ വിദേശ നാണ്യം നേടിത്തരുന്ന പ്രധാന നാണ്യവിളകളിലൊന്നാണ് കശുവണ്ടി. കശുവണ്ടി പരിപ്പ് വറുത്തും ഉണക്കിയും ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ തോടിൽ നിന്ന് എടുക്കുന്ന എണ്ണ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ, കുറഞ്ഞ പരിചരണം കൊണ്ട് വരണ്ട മണ്ണിൽ പോലും വളരുന്ന കശുമാവ് മനുഷ്യന് ഒരേ സമയം മികച്ച ഭക്ഷണവും കർഷകർക്ക് മികച്ച വരുമാനവും നൽകുന്ന പ്രകൃതിയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. കശുമാങ്ങ അഥവാ കശുവണ്ടിപ്പഴം വിറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മറ്റ് ആവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ശരീരത്തിലെ നിർജ്ജലീകരണം തടയുന്നതിനും ഏറെ ഉത്തമമാണ്. കശുമാങ്ങയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ. വിറ്റമിൻ സിയുടെ കലവറയാണ് കശുമാങ്ങ. മറ്റ് പല ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന അളവിൽ വിറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ക്യാൻസർ പ്രതിരോധം. കശുമാങ്ങയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ ഉത്തമമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദഹനവും ഭാര നിയന്ത്രണവും. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനം സുഗമമാക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യം. വിറ്റമിൻ സിയുടെ സാന്നിധ്യം ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകാൻ സഹായിക്കുന്നു. ശരീരത്തിലെ സാധാരണ കോശങ്ങളെ ബാധിക്കാതെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ചില രാസസംയുക്തങ്ങൾ ഇതിലുണ്ട്. കശുമാങ്ങ ക്യാൻസർ കോശങ്ങളെ പ്രധാനമായും പല രീതികളിലാണ് സ്വാധീനിക്കുന്നത്. ഒന്നാമതായി അനാകാർഡിക് ആസിഡ്. കശുമാങ്ങയിലും അതിൻ്റെ നീരിലും അടങ്ങിയിരിക്കുന്ന ഈ ആസിഡ് ക്യാൻസർ കോശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് പ്രത്യേകിച്ച് സ്തനാർബുദം, ഗർഭാശയമുഖ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്ന കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോപ്ടോസിസ്, കോശങ്ങളുടെ സ്വയം നാശം. കശുമാങ്ങയിലെ ബയോ ആക്റ്റീവ് ഘടകങ്ങൾ ക്യാൻസർ കോശങ്ങളിൽ അപ്പോപ്ടോസിസ് അഥവാ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, കോശങ്ങൾ സ്വയം നശിക്കുന്ന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ക്യാൻസർ കോശങ്ങൾ കൂടുതൽ വ്യാപിക്കുന്നത് തടയുന്നു. ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി, ഫ്ലാവനോയിഡുകൾ, പോളിഫെനോളുകൾ എന്നിവ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്നു. ഇവ ശരീരത്തിലെ DNA ഘടനയെ തകർത്ത് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ പൂർണ്ണമായും നിർവീര്യമാക്കുന്നു. അതുപോലെ പ്രതിരോധ കോശങ്ങളെ ഉണർത്തുന്നു. കശുമാങ്ങ നീര് ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളെ കൂടുതൽ സജീവമാക്കുന്നു. ഈ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെടുന്ന അസ്വാഭാവികമായ ട്യൂമർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കും. ശ്രദ്ധിക്കുക, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കശുമാങ്ങ പോലുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ സഹായിക്കുമെങ്കിലും ഇത് നിലവിലുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ ഇവയ്ക്കൊന്നും പകരമല്ല. ഒരു ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാവൂ. കശുമാങ്ങയിലെ പോഷക ഘടകങ്ങൾ. കശുമാങ്ങയിൽ വിറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വലിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഓറഞ്ചിനേക്കാൾ 5 ഇരട്ടി വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
100 ഗ്രാം കശുമാങ്ങ നീരിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകങ്ങൾ ഇവയാണ്. വിറ്റമിൻ സി 260 മില്ലിഗ്രാം ആണ്, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഊർജം 43 കിലോ കാലറി, ഇത് ക്ഷീണമകറ്റി ഉന്മേഷം നൽകുന്നു. കാർബോഹൈഡ്രേറ്റ് 10.9 ഗ്രാം, ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. നാരുകൾ അഥവാ ഡയറ്ററി ഫൈബർ 0.4 ഗ്രാം, ഇത് ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. പ്രോട്ടീൻ 0.3 ഗ്രാം, ഇത് കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. കൊഴുപ്പ് 0.2 ഗ്രാം, വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊഴുപ്പ് ഇതിലടങ്ങിയിരിക്കുന്നു. ഇരുമ്പ് 0.2 മില്ലിഗ്രാം, ഇത് രക്ത ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. കാൽഷ്യം 10 മില്ലിഗ്രാം, ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായകമാണ്. ഫോസ്ഫറസ് 12 മില്ലിഗ്രാം, ശരീരകോശങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഇവ സഹായിക്കുന്നു. മഗ്നീഷ്യം ശരീരത്തിലെ എൻസൈമുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇവ കൂടാതെ ബി കോംപ്ലക്സ്, വിറ്റാമിനുകളായ തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ എന്നിവയും കശുമാങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കലോറിയും കൊഴുപ്പും വളരെ കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ചൊരു ഫലവർഗ്ഗമാണ്. കശുമാങ്ങയിലെ പോഷകങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ അത് പഴമായി നേരിട്ട് കഴിക്കുന്നതാണോ അതോ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണോ കൂടുതൽ നല്ലത് എന്ന് നോക്കാം. പഴം നേരിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം. കാരണം നാരുകൾ നഷ്ടപ്പെടുന്നില്ല. ജ്യൂസ് അടിക്കുമ്പോൾ പഴത്തിലെ നാരുകൾ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നു. പഴമായി കഴിക്കുമ്പോൾ ഈ നാരുകൾ മുഴുവനായി ശരീരത്തിലെത്തുകയും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും സഹായിക്കുകയും ചെയ്യും. വിറ്റമിൻ സി സംരക്ഷിക്കപ്പെടുന്നു. വിറ്റമിൻ സി വായുവും വെളിച്ചവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടും വായു സഞ്ചാരവും കാരണം വിറ്റമിൻ സിയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പഴമായി കഴിക്കുമ്പോൾ അതിലെ പഞ്ചസാര പതുക്കെ രക്തത്തിൽ കലരൂ. ഇത് പ്രമേഹമുള്ളവർക്കും ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും നല്ലതാണ്. ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പഴത്തിൻ്റെ കവർപ്പ് കാരണം പലർക്കും ഇത് നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ജ്യൂസായി കുടിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജ്യൂസ് അടിച്ച ഉടനെ തന്നെ കുടിക്കുക. അരിച്ചെടുക്കാതെ കുടിക്കാൻ ശ്രമിച്ചാൽ നാരുകൾ ലഭിക്കും. കൃത്രിമ പഞ്ചസാരയ്ക്ക് പകരം തേനോ ശർക്കരയോ ചേർക്കുക. ഇനി കശുമാങ്ങയുടെ കവർപ്പ് മാറ്റാൻ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന 4 എളുപ്പ വഴികൾ എന്താണെന്ന് നോക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും. കശുമാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന നീര് കളയുക. കവർപ്പ് പൂർണ്ണമായും മാറും. അതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. കശുമാങ്ങ കഷ്ണങ്ങൾ അല്പം ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതുപോലെ തിളച്ച വെള്ളത്തിൽ ആവി കൊള്ളിക്കുക. കശുമാങ്ങ മുഴുവനോടെയോ കഷ്ണങ്ങളായോ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് 5 മിനിറ്റ് ആവി കൊള്ളിക്കുക. ഇത് കവർപ്പ് മാറ്റാൻ വളരെ നല്ലതാണ്. അതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചും കവർപ്പ് മാറ്റാവുന്നതാണ്. കശുമാങ്ങ കഷ്ണങ്ങൾ നല്ല കഞ്ഞിവെള്ളത്തിൽ 20 മിനിറ്റ് മുക്കി വെച്ച ശേഷം നന്നായി കഴുകിയെടുത്താലും കവർപ്പ് ഇല്ലാതാകും. പ്രമേഹ രോഗികൾക്ക് നിയന്ത്രിത അളവിൽ കശുമാങ്ങ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കില്ല. എങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും പ്രകൃതിദത്ത പഞ്ചസാരയും കണക്കിലെടുത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രമേഹ രോഗികൾ കശുമാങ്ങ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: അളവ് നിയന്ത്രിക്കുക. ദിവസവും 1-2 കശുമാങ്ങയിൽ കൂടുതൽ കഴിക്കരുത്. കൂടിയ അളവിൽ കഴിച്ചാൽ ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയെ ബാധിക്കാം. പഴമായി മാത്രം കഴിക്കുക. ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോൾ അതിലെ നാരുകൾ നഷ്ടപ്പെടുകയും പഞ്ചസാര പെട്ടെന്ന് രക്തത്തിൽ കലരുകയും ചെയ്യും. അതിനാൽ ജ്യൂസിന് പകരം പഴമായി നേരിട്ട് ചവച്ചരച്ച് കഴിക്കുക. പഞ്ചസാര ചേർക്കരുത്. ജ്യൂസായോ അല്ലാതെയോ കഴിക്കുമ്പോൾ ഇതിലേക്ക് കൃത്രിമമായി പഞ്ചസാരയോ തേനോ ശർക്കരയോ ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. ഇതിൽ പ്രയോജനപ്രദമായ ഘടകങ്ങൾ കശുമാങ്ങയിലുള്ള മെറിസെറ്റിൻ,
പോലുള്ള ഫ്ലാവനോയിഡുകൾ ഉയർന്ന അളവിലുള്ള വിറ്റമിൻ സിയും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റ് ഭക്ഷണങ്ങളോടൊപ്പം കഴിക്കുക. ഇത് വെറും വയറ്റിൽ കഴിക്കാതെ ലഘുഭക്ഷണങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ കശുവണ്ടി, ബദാം പോലുള്ള കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പമോ കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനം തടയാം. ശ്രദ്ധിക്കുക, കഠിനമായ പ്രമേഹമുള്ളവർ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് തങ്ങളുടെ ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. കശുമാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രതിരോധശേഷി, ക്യാൻസർ പ്രതിരോധം, പ്രമേഹം എന്നിവയ്ക്ക് പുറമെയുള്ള മറ്റ് പ്രധാന ആരോഗ്യ ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. കശുമാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ എല്ലുകൾക്കും പല്ലുകൾക്കും കൂടുതൽ ബലമേകുന്നു. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസ്ഥിരോഗങ്ങൾ തടയാൻ ഇത് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാനും കശുമാങ്ങ സഹായിക്കും. അതുപോലെ വിളർച്ച തടയുന്നു. ഇതിൽ ഇരുമ്പിൻ്റെ അംശവും അയൺ ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്ന വിറ്റാമിൻ സിയും ഉയർന്ന അളവിലുണ്ട്. ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ച് വിളർച്ച തടയാൻ സഹായിക്കുന്നു. ഊർജം നൽകുന്നു, ക്ഷീണമകറ്റുന്നു. കശുമാങ്ങ നീരിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റുകളും ജലാംശവും കഠിനമായ ചൂടുകാലത്ത് ശരീരത്തിലെ നിർജ്ജലീകരണം തടയുകയും പെട്ടെന്ന് ഊർജം നൽകുകയും ചെയ്യുന്നു. ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കശുമാങ്ങ നീര് പതിവായി കഴിക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉപാപചയ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുകയും ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി കശുമാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കശുമാങ്ങ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഫലമാണെങ്കിലും ചില പ്രത്യേക ആരോഗ്യ സാഹചര്യങ്ങളുള്ളവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുകയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുകയോ വേണം. കശുമാങ്ങ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. വൃക്ക രോഗമുള്ളവർ. കശുമാങ്ങയിൽ ഓക്സലേറ്റുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കകളിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അതിനാൽ വൃക്ക സംബന്ധമായ അസുഖമുള്ളവരും കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ളവരും കശുമാങ്ങ ഒഴിവാക്കണം. അതുപോലെ അലർജി ഉള്ളവർ. കശുവണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയോട് അലർജി ഉള്ളവർക്ക് കശുമാങ്ങ കഴിക്കുമ്പോഴും അലർജി ഉണ്ടാകാം. ചൊറിച്ചിൽ, തൊലിപ്പുറത്ത് തടിപ്പ്, ശ്വാസതടസ്സം എന്നിവ കണ്ടാൽ ഇത് കഴിക്കുന്നത് ഉടൻ നിർത്തണം. യൂറിക് ആസിഡ് കൂടുതലുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവർ, സന്ധിവാതമുള്ളവരും കശുമാങ്ങ അമിതമായി കഴിക്കരുത്. ഇത് രോഗലക്ഷണങ്ങൾ കൂട്ടാൻ കാരണമായേക്കാം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും ചെറിയ അളവിൽ കഴിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും കശുമാങ്ങയുടെ നീര് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇതിലെ ചില ഘടകങ്ങൾ കുഞ്ഞിന് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കടുത്ത പ്രമേഹമുള്ളവർ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായി നിൽക്കുന്ന അവസ്ഥയിൽ കശുമാങ്ങ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കശുമാങ്ങയുടെ കവർപ്പ് നീര് തൊണ്ടയിൽ അസ്വസ്ഥതയും ചൊറിച്ചിലും ഉണ്ടാക്കാം. ശരിയായ കവർപ്പ് മാറ്റിയ ശേഷം മാത്രം കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകുക. കശുമാങ്ങ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് സാധാരണയായി ഉണ്ടാകാറുള്ള ചില പ്രധാന ആരോഗ്യ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളും നമുക്ക് നോക്കാം. വെറും വയറ്റിൽ കശുമാങ്ങ നീര് കുടിക്കാമോ? വേണ്ട. കശുമാങ്ങയിൽ പ്രകൃതിദത്തമായ ആസിഡുകൾ, അനകാർഡിക് ആസിഡ് പോലുള്ളവ അടങ്ങിയിട്ടുണ്ട്. വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് അസിഡിറ്റി, ഗ്യാസ്, വയറെരിച്ചിൽ എന്നിവയ്ക്ക് കാരണമായേക്കും. ലഘുഭക്ഷണത്തിന് ശേഷമോ ആഹാരത്തോടൊപ്പമോ കഴിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് കശുമാങ്ങ നൽകുന്നത് സുരക്ഷിതമാണോ? അതെ, 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നൽകാം. എന്നാൽ
കവർപ്പ് പൂർണ്ണമായി മാറ്റിയ ശേഷം മാത്രം നൽകുക. കുട്ടികളിൽ ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ആദ്യം ചെറിയ അളവിൽ മാത്രം നൽകി നോക്കുക. കശുമാങ്ങയും പാലും ഒരുമിച്ച് കഴിക്കാമോ? പാടില്ല. കശുമാങ്ങയിലെ പുളിപ്പും അഥവാ ആസിഡ് പാലും ഒത്തുചേരുമ്പോൾ ദഹനക്കേട്, വയറിളക്കം, ചർമ്മരോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കശുമാങ്ങ കഴിച്ച് കുറഞ്ഞത് 1 മണിക്കൂറിന് ശേഷം മാത്രം പാൽ കുടിക്കുക. ചുമയോ കഫക്കെട്ടോ ഉള്ളപ്പോൾ കശുമാങ്ങ കഴിക്കാമോ? ഒഴിവാക്കുന്നതാണ് നല്ലത്. കശുമാങ്ങയുടെ കവർപ്പ് നീര് തൊണ്ടയിൽ അസ്വസ്ഥതയും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചുമ കൂട്ടുകയും ചെയ്യും. ജലദോഷമുള്ളപ്പോൾ ഇതിലെ വിറ്റമിൻ സി നല്ലതാണെങ്കിലും കവർപ്പ് പൂർണ്ണമായി മാറ്റിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ചെറിയ അളവിൽ കഴിക്കുക. ശരീരഭാരം കുറയ്ക്കാൻ കശുമാങ്ങ സഹായിക്കുമോ? തീർച്ചയായും. ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ്, കൂടാതെ കലോറിയും കുറവാണ്. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ വയർ നിറഞ്ഞ ഫീലിംഗ് നൽകുന്നതിനാൽ അമിതമായി ആഹാരം കഴിക്കുന്നത് തടയാനും ഭാരം കുറയ്ക്കാനും സഹായിക്കും. കൂടുതൽ ദിവസം കശുമാങ്ങ എങ്ങനെയാണ് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം. കശുമാങ്ങ വളരെ പെട്ടെന്ന് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ചീഞ്ഞു പോകുന്ന ഒരു ഫലമാണ്. അതിനാൽ വിളവെടുത്ത ഉടൻ തന്നെ ഇവ ശരിയായി സംസ്കരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യണം. കശുമാങ്ങ കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി പൾപ്പ് അല്ലെങ്കിൽ നീരാക്കി ഫ്രീസ് ചെയ്യുക. കശുമാങ്ങ മുഴുവനായി സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ നീര് സൂക്ഷിക്കുന്നതാണ്. കശുമാങ്ങയുടെ കവർപ്പ് മാറ്റി മിക്സിയിൽ അടിച്ച് നീര് പിഴിഞ്ഞെടുക്കുക. ഈ നീര് വായു കടക്കാത്ത പ്ലാസ്റ്റിക് കുപ്പികളിലോ സിപ്ലോക്ക് കവറുകളിലോ ആക്കി ഫ്രീസറിൽ വെച്ചാൽ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ആവശ്യാനുസരണം എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാം. രണ്ടാമതായി പഞ്ചസാര ചേർത്ത് സിറപ്പ് അഥവാ സ്ക്വാഷ് ഉണ്ടാക്കുക. പഞ്ചസാര ഒരു പ്രകൃതിദത്ത പ്രിസർവേറ്റീവ് ആയി പ്രവർത്തിക്കുന്നു. കശുമാങ്ങ നീരും പഞ്ചസാര ലായനിയും സിട്രിക് ആസിഡും ചേർത്ത് തിളപ്പിച്ച് സ്ക്വാഷ് തയ്യാറാക്കാം. ഇത് അണുവിമുക്തമാക്കിയ ഗ്ലാസ് കുപ്പികളിൽ നിറച്ച് അടച്ച ശേഷം 20 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ വെച്ച് പാസ്ചറൈസ് ചെയ്താൽ 3 മാസം വരെ പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാം. മൂന്നാമതായി കശുമാങ്ങ കാൻഡി ആക്കി മാറ്റാം. കശുമാങ്ങ കഷ്ണങ്ങൾ പഞ്ചസാര ലായനിയിൽ പല ദിവസങ്ങളിലായി മുക്കിവെച്ച് പിന്നീട് വെയിലത്തോ ഡ്രയറിലോ ഉണക്കിയെടുക്കാം. ഈ രീതിയിൽ ഈർപ്പം പൂർണ്ണമായി മാറ്റിയ കാൻഡികൾ വായു കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടുവരില്ല. നാലാമതായി അച്ചാർ ഇട്ട് വയ്ക്കാം. വിനാഗിരിയും ഉപ്പും ചേർത്ത് കശുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാൽ അത് ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. വിനാഗിരിയും ഉപ്പും ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു. അഞ്ചാമതായി കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കാൻ. കശുമാങ്ങ പഴമായി തന്നെ സൂക്ഷിക്കണമെങ്കിൽ വായു കടക്കാത്ത കവറുകളിലാക്കി 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനിലയുള്ള ഫ്രിഡ്ജിൽ വെച്ചാൽ 10 മുതൽ 15 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ശ്രദ്ധിക്കുക, നിലത്ത് വീണ് പൊട്ടിയതോ ചീഞ്ഞതോ പക്ഷികൾ കൊത്തിയതോ ആയ കശുമാങ്ങകൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കരുത്. അവ പെട്ടെന്ന് ഇല്ലാതായി പോകും. ഇനി കൃഷി രീതി എങ്ങനെയാണെന്ന് നോക്കാം. കശുമാവ് കൃഷി ചെയ്യുന്നതിനുള്ള ശാസ്ത്രീയമായ രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കാലാവസ്ഥയും മണ്ണും. കാലാവസ്ഥ. കശുമാവിന് നല്ല വെയിൽ ആവശ്യമാണ്. മഞ്ഞുകാലവും കഠിനമായ തണുപ്പും ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. പൂക്കുന്ന കാലത്ത് മഴയില്ലാത്ത കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. മണ്ണ്. വെള്ളക്കെട്ടില്ലാത്ത എല്ലാത്തരം മണ്ണിലും കശുമാവ് വളരും. കല്ലും ചരലും നിറഞ്ഞ ചെങ്കൽ മണ്ണിലും മലഞ്ചെരുവുകളിൽ ഇത് നന്നായി വളരാറുണ്ട്. എന്നാൽ കളിമണ്ണും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളും ഒട്ടും അനുയോജ്യമല്ല. ഇതിൽ മികച്ച ഇനങ്ങൾ. കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചില മികച്ച ഇനങ്ങൾ: ആനക്കയം 1, ആനക്കയം 2, മടക്കത്തറ 1, മടക്കത്തറ 2, സുലഭ, ധന, പ്രിയങ്ക, അമൃത. തൈകൾ നടുന്ന രീതി. തൈകൾ തിരഞ്ഞെടുക്കുക. വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളേക്കാൾ ഒട്ടുതൈകൾ നടുന്നതാണ് നല്ലത്. ഇവ പെട്ടെന്ന് 2 മുതൽ 3 വർഷം കൊണ്ട് കായ്ക്കും. വരികൾ തമ്മിലും തൈകൾ തമ്മിലും 7.5 മീറ്റർ മുതൽ 8 മീറ്റർ വരെ അകലം പാലിക്കണം. ലക്ഷ്യമിട്ട സ്ഥാനങ്ങളിൽ 50x50x50 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഴികളെടുത്ത് കുഴിയിൽ മേൽമണ്ണും 10 കിലോഗ്രാം ജൈവവളവും
ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കലർത്തി നിറച്ച ശേഷം തൈകൾ നടാം. കാലവർഷാരംഭം അഥവാ ജൂൺ മാസം നടുന്നതാണ് ഏറ്റവും നല്ലത്. വളപ്രയോഗം: വർഷത്തിൽ ഒരിക്കൽ ഓരോ മരത്തിനും 10 മുതൽ 15 കിലോഗ്രാം ചാണകപ്പൊടിയോ കോഴിവളമോ നൽകണം. അത് ജൈവവളമാണ്. ഇനി രാസവളം: ആദ്യ വർഷം ഒരു തൈക്ക് 250 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ് ഫോസ്ഫേറ്റ്, 100 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകാം. മരം വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടണം. വളങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നൽകുന്നതാണ് ഉചിതം. പരിചരണവും നനയ്ക്കലും: പ്രൂണിംഗ് അഥവാ ചില്ലകൾ വെട്ടിമാറ്റൽ. ചെടിയുടെ ചുവട്ടിൽ നിന്നും താഴത്തെ വശങ്ങളിൽ നിന്നും വരുന്ന ആവശ്യമില്ലാത്ത ചില്ലുകൾ വെട്ടിമാറ്റണം. ഇത് മരത്തിന് നല്ലൊരു ഘടന നൽകാനും സൂര്യപ്രകാശം നന്നായി കിട്ടാനും സഹായിക്കും. കശുമാവിന് സാധാരണയായി വലിയ നന ആവശ്യമില്ല. എങ്കിലും തൈ നട്ട ആദ്യത്തെ 2-3 വർഷങ്ങളിൽ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നത് വേഗത്തിലുള്ള വളർച്ചയ്ക്ക് നല്ലതാണ്. കീടനിയന്ത്രണം: കശുമാവിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് തണ്ടുതുരപ്പൻ വണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ മരത്തിൻ്റെ ചുവടുഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ആക്രമണം കണ്ടാൽ വേപ്പെണ്ണ എമൽഷൻ പുരട്ടുകയോ കാർബറിൻ പോലെയുള്ള കീടനാശിനികൾ തളിക്കുകയോ ചെയ്യാം. മറ്റൊന്ന് തേയില കൊതുകാണ്. ഇത് പൂക്കളെയും തളിരിലകളെയും നശിപ്പിക്കുന്നു. ഇതിനെതിരെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം. വിളവെടുപ്പ്: ഒട്ടുതൈകൾ നട്ട് 3-ാം വർഷം മുതൽ പൂത്തു തുടങ്ങും. കശുമാങ്ങ നന്നായി പഴുത്ത് പാകമാകുമ്പോൾ വിത്ത് സഹിതം താഴെ വീഴാറുണ്ട്. ഇവ പെറുക്കിയെടുത്ത് കശുവണ്ടി വേർതിരിച്ച് വെയിലത്ത് 2 മുതൽ 3 ദിവസം നന്നായി ഉണക്കി സൂക്ഷിക്കാം.